Your Eminence, the Most Reverend Oswald Cardinal Gracious, Your Beatitude, the Most Reverend Mar Raphael Tattil, Major Archbishop, Your Eminence, the Most Reverend Cardinal Mar George Alancheri, Your Grace, the Most Reverend Mar Thomas Taril, Your Excellency Right Reverend Joseph Kallarangad, Your Excellencies, Most Reverend Archbishops and Bishops, Very Reverend Monsignor Rai, Reverend Fathers, Reverend Sisters, and dearly beloved brothers and sisters in Jesus Christ. Nunc dimittis Domine, servum tuum in pace. കർത്താവെ, നിന്റെ ദാസനെ ഇനി സമാധാനത്തിൽ വിട്ടയക്കണമേ. യഹൂദ നിയമപ്രകാരം ഉണ്ണീശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതിനായി മാതാപിതാക്കൾ കൊണ്ടുവന്നപ്പോൾ വൃദ്ധനായ ശമയോൻ ദിവ്യശിശുവിനെ കയ്യിലെടുത്ത് പ്രാർത്ഥനാപുറം ഉരുവിട്ട വാക്കുകളാണിവ. ഇതേ പ്രാർത്ഥന തന്നെയാണ് 100 വയസ്സിലേക്ക് പ്രവേശിക്കുന്ന എനിക്കും കർത്താവോട് പ്രാർത്ഥിക്കുവാനുള്ളത്. കർത്താവെ, ഈ ദാസനെ ഇനി സമാധാനത്തിൽ വിട്ടയക്കണമേ. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ മനുഷ്യ ആയുസ്സിനെ കുറിച്ചുള്ള പരാമർശം സങ്കീർത്തനങ്ങൾ കാണാൻ സാധിക്കും. 90-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, ഞങ്ങളുടെ ആയുഷ്കാലം 80 വർഷം, ഏറിയാൽ 70 വർഷം, ഏറിയാൽ 80 വർഷം. ഈ ബൈബിൾ സന്ദേശത്തിൻ്റെ അർത്ഥം എന്തെന്ന് പല ബൈബിൾ പണ്ഡിതരോടും ഞാൻ അന്വേഷിക്കുകയുണ്ടായി. എന്നാൽ തൃപ്തികരമായ മറുപടി എനിക്ക് ലഭിച്ചില്ല. ഒരിക്കൽ ഞാൻ ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഇപ്രകാരം ഒരു മറുപടിയാണ് ലഭിച്ചത്. ഓരോരുത്തരും അവരവരുടെ ജീവിതകാലത്ത് ചെയ്തിട്ടുള്ള തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും പാപങ്ങൾക്കുമെല്ലാം പരിഹാരം ചെയ്യുന്നതിനായിട്ടാണ് ദൈവം 80 വയസ്സിൽ കൂടുതൽ സമയം അവർക്ക് അനുവദിക്കുന്നത്. ഈ വിശദീകരണം ബഹുഭൂരിപക്ഷം ആളുകളെയും സംബന്ധിച്ചിടത്തോളം ശരിയാണെന്ന് എനിക്ക് വിശ്വാസമില്ല. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പരിപൂർണമായും ശരിയാണ്. എൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകൾക്കും തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ഉപേക്ഷകൾക്കും എത്രമാത്രം ഞാൻ പരിഹാരം ചെയ്തു കഴിഞ്ഞു എന്നതിൽ എനിക്ക് സംശയമുണ്ട്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അവയ്ക്ക് പരിഹാരം ഇനിയും ചെയ്യുവാൻ ഞാൻ സന്നദ്ധനാണ്. ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന അഭിവന്ദി പിതാക്കന്മാരും എല്ലാ അതിഥികളും എന്നെ അവസാനമായി ഒരിക്കൽ കൂടി കാണാമെന്ന് കരുതി വന്നിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്കെല്ലാവർക്കും ഞാൻ ആത്മാർത്ഥമായ നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തെക്കുറിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അല്ലാതെ എനിക്ക് ഓർക്കുവാൻ സാധിക്കുകയില്ല. കാരുണ്യവാനായ ദൈവം എല്ലായ്പ്പോഴും എനിക്ക് സമൃദ്ധമായ നന്മകൾ നൽകി. വൈദിക ജീവിതത്തിലും മെത്രാനത ശുശ്രൂഷയിലും നിർലോഭം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടതും പ്രത്യക്ഷം നൽകുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കുവാനും കത്തോലിക്ക സ്ഥാപനങ്ങളിൽ മാത്രം പരിശീലനം സിദ്ധിക്കുവാനും സാധിച്ചതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതികളല്ലാതെ മറ്റെന്താണ്. എൻ്റെ ജീവിതയാത്രയിൽ അനുനിമിഷം എന്നെ കാത്ത് സംരക്ഷിച്ച അനുഗ്രഹങ്ങൾ നൽകിയ നല്ല തമ്പുരാനെ ഞാൻ എന്നോളം നന്ദി അർപ്പിക്കുകയാണ്. ഫലസമൃദ്ധമായ ഒരു ഭൂമിയിൽ അജപാലന ശുശ്രൂഷ നിർവഹിക്കുവാനാണ് ദൈവം എന്നെ നിയോഗിച്ചത്. പാലാരൂപതയെ ഏറ്റവും പവിത്രവും സമൃദ്ധമായ രീതിയിൽ 30 വർഷക്കാലം നയിച്ച അഭിവന്ന വയലിൽ പിതാവ് ജോലിയിൽ നിന്നും വിരമിക്കുന്നതിന് മുമ്പ് രൂപതയ്ക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിരുന്നു. ഒരപ്പൻ്റെ കരുതലോടെ അഭിവന്യ പിതാവ് തൻ്റെ പിൻഗാമിക്ക് യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകരുത് എന്ന തീരുമാനത്തോടെയാണ്
എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയത്. ഭാഗ്യസ്മരണാർഹമായ വെയിൽ പിതാവിൻ്റെ ഭാവന സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം വെളിപ്പെടുത്തട്ടെ. ഞാൻ പണ്ടേ കടന്നു പോകേണ്ടതായിരുന്നു. ഇത്രയും കാലം ജീവിച്ചിരുന്നതിൻ്റെ പ്രധാന കാരണം അഭിവന്ന് കല്ലറങ്ങാട്ട് പിതാവാണ്. 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, നിന്റെ വഴികൾ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരുടെ കൽപ്പിക്കും. നിന്റെ പാദം കല്മേൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും എപ്പോഴും ഒരു ദൈവദൂതനെ പോലെ അഭിവന്ദി പിതാവ് എനിക്ക് സഹായത്തിനുണ്ടായിരുന്നു. പിതാവിൻ്റെ സ്നേഹവും കരുതലും പരിരക്ഷയുമാണ് എനിക്ക് സമാധാനവും ബലവും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വിരമിച്ചിട്ട് 22 കൊല്ലമായി. ഈ കാലം അത്രയും അഭിവന്ദി പിതാവും ബഹുമാനപ്പെട്ട വൈദികരും ഈ ഭവനത്തിലെ ജോലിക്കാരുമെല്ലാം എനിക്ക് താങ്ങും തണലുമായി എപ്പോഴും ഉണ്ടായിരുന്നു. അവരുടെ സൗഹൃദവും സംരക്ഷണവും പ്രാർത്ഥനയുമാണ് എൻ്റെ ദീർഘായുസ്സിൻ്റെ രഹസ്യം. അവരോടെല്ലാം ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഈ ചടങ്ങുകൾ ഏറ്റവും സന്തോഷപ്രദമാക്കിയ എല്ലാവരോടും ഞാൻ വിനയപൂർവ്വം കൃതജ്ഞത അർപ്പിക്കുന്നു. വളരെയേറെ ത്യാഗം സഹിച്ചിവിടെ വന്ന് സന്തോഷം പങ്കുവച്ച അഭിവന്ദി പിതാക്കന്മാർക്കും ജനപ്രതിനിധികൾക്കും സുഹൃത്തുക്കളും ഇവിടെ സന്നിധിയിലായിട്ടുള്ള എല്ലാ അതിഥികൾക്കും നന്ദിയും സ്നേഹവും ഞാൻ ആത്മാർത്ഥമായി അറിയിക്കുകയാണ്. May I say a word of special thanks to His Eminence Cardinal Oswald Gracious. It has been so good of His Eminence to take all the troubles to make this long journey to Palai, in spite of, as I understood, his health problems. He has a special affection for the Diocese of Palai, and if I am allowed to say, a special consideration for me. Your Eminence, may I thank you for your gracious presence. സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരോടും പ്രാർത്ഥനാ സഹായം ഞാൻ യാചിക്കുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിനും പരിഗണനയ്ക്കുമെല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും നല്ലവനായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെല്ലാവർക്കും സമർത്ഥമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.